ഹായ് മകളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേൺ. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. ഈ വീഡിയോ മുഴുവനും കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇപ്രാവശ്യത്തെ ഓണം എക്സാം ടഫ് ആവുമോ എന്നൊരു ചോദ്യം നിങ്ങളുടെ മുന്നിലുണ്ടാകും. കാരണം നിങ്ങൾക്കറിയാം, SSLC എന്ന് പറയുന്ന ഈ കാലഘട്ടം ടെക്സ്റ്റ് ബുക്ക് ഒക്കെ മാറിയത് കഴിഞ്ഞ വർഷം മുതലാണ്. കഴിഞ്ഞ വർഷത്തേക്ക് ബാച്ചുകാരോട് ചോദിച്ചു നോക്കിയാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിച്ചിട്ടുണ്ട്. ഒന്നാമത് ടെക്സ്റ്റ് ബുക്ക് പുതുതായിട്ട് വന്നു, അതായത് ഇതുവരെ പഠിക്കാത്ത ടോപ്പിക്കുകളൊക്കെ വീണ്ടും പഠിക്കാൻ തുടങ്ങി, അതായത് ആദ്യമായിട്ട് പഠിക്കാൻ തുടങ്ങി. ആ കുട്ടികൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും അനാലിസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ അവർ വന്നു. കൂടാതെ അവർക്ക് വന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ചോദ്യ പേപ്പറിലെ പാറ്റേൺ ചേഞ്ചാണ്. അതൊരു പക്ഷേ നിങ്ങളും 9ാം ക്ലാസ്സിൽ അത് അനുഭവിച്ചവരാണ്. ചോദ്യപേപ്പറിലെ പാറ്റേണുകൾ, അതായത് നിങ്ങൾക്ക് അസേഷൻ ആൻഡ് റീസണിങ് അഥവാ നമ്മുടെ പ്രസ്താവന ചോദ്യങ്ങൾ വരാറുണ്ട്, വൺ വേർഡ് ചോദ്യങ്ങൾ വരാറുണ്ട്, അതേപോലെ 3-4 മാർക്കിൽ ചോദ്യങ്ങൾ വരാറുണ്ട്. അങ്ങനെ സെഷൻസ് ആയിട്ടുള്ള ചോദ്യപേപ്പറുകൾ വരാറുണ്ട്. അത് ഇപ്രാവശ്യം നിങ്ങളെ ബാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി യെസ് എന്നാണ് ഉത്തരം. കാരണം എക്സാം ടഫ് ആവുമോ എന്ന് ചോദിച്ചാൽ എക്സാം പഠിക്കുന്ന കുട്ടികൾക്ക് ഒരിക്കലും ഒരു എക്സാമും ടഫ് ആവില്ല. കാരണം അവർ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടായിരിക്കും പോകുക. എന്നാൽ പരീക്ഷയുടെയൊക്കെ തലേ ദിവസം മാത്രം പഠിക്കുന്ന കുറച്ച് ആൾക്കാർക്കുണ്ട്. അവർ വിചാരിച്ചത്ര മാർക്കൊന്നും അവർക്ക് കിട്ടില്ല. പക്ഷേ എന്നാലും അവരുടെ മാക്സിമം അവർക്ക് ചെയ്യാൻ ഒരേ ഒരു ഓപ്ഷൻ എന്താണ്? ഈ പറയുന്ന ക്ലാസ്സുകളൊക്കെ കാണുക എന്നുള്ളതാണ്. എല്ലാവരെയും മാനിച്ചുകൊണ്ട്, അതായത് ആദ്യം മുതലേ പഠിക്കുന്ന കുട്ടികളെയും തലേ ദിവസം പഠിക്കാൻ വരുന്ന കുട്ടികളെ എല്ലാവരെയും മാനിച്ചുകൊണ്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിക്കൊണ്ടാണ് നമ്മുടെ യൂട്യൂബ് ക്ലാസ്സുകൾ ഇനി റൺ ചെയ്യാൻ പോകുന്നത്. കുറച്ച് കാലം നമ്മൾ കംപ്ലീറ്റ്ലി ഫ്രീ ആയിക്കൊണ്ട് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സുകൾ തരാൻ പോകുന്നത്. ഒരു കാര്യം ഉറപ്പിച്ചു തരാം, ഇനിയുള്ള ദിവസം ഇതുവരെ എന്ത് എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതില്ല. ഇതുവരെ ചെയ്തതൊന്നും നമുക്ക് തിരിച്ചെടുക്കാനും പറ്റില്ല. അത് ഒരുപാട് കുട്ടികൾ, നമുക്കറിയാം അസ്ത്ര ബാച്ചിൽ തന്നെ 20,000-ലധികം വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുത്ത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ മറ്റ് ട്യൂഷൻ സെൻ്ററുകളിൽ ഒരുപാട് കുട്ടികൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും പഠിക്കാത്ത ഒരുപാട് കുട്ടികൾ നടക്കുന്നുണ്ട്. അവർ കുറേ ആൾക്കാർ വിചാരിക്കുന്ന എക്സാമിൻ്റെയൊക്കെ തലേന്ന് പഠിച്ചാൽ മതി എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും. സോ ആരൊക്കെ എന്തൊക്കെ വിചാരിച്ചാലും ഇതുവരെ കഴിഞ്ഞ ദിവസത്തെ നമുക്ക് ഒരിക്കലും തിരിച്ചുകൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ ഇതുവരെ പഠിച്ച കുട്ടികൾക്ക് നല്ല ബെനിഫിറ്റാണ്. ഇവിടുന്ന് അങ്ങോട്ട് പെട്ടെന്ന് അവർക്ക് ഓരോ ചാപ്റ്റർ പഠിക്കാൻ പറ്റും. അല്ലാത്ത കുട്ടികൾക്ക് എക്സാമിൽ അത്യാവശ്യം മാർക്ക് കിട്ടുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും, ഈ പറയുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് ലൈവായിട്ട് വരുന്നുണ്ട്. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. കൂടാതെ ക്രിസ്മസ് എക്സാമിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ആദ്യം മുതലേ പഠിക്കേണ്ടതുണ്ട്. അതായത് ഓണം എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ ബാച്ചുകളൊക്കെ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾ ട്യൂഷന് പോകണമെങ്കിൽ പോയിട്ട്, ഇനി അല്ലെങ്കിൽ സ്വന്തമായിട്ട് പഠിച്ചിട്ടാണെങ്കിൽ അങ്ങനെ നിങ്ങൾ ആദ്യം മുതലേ പഠിക്കണം. ഒരിക്കലും എക്സാമിൻ്റെ തലേന്നോ അല്ലെങ്കിൽ ആ ദിവസത്തെ മാരത്തോണോ വേണ്ടി മാത്രം നിങ്ങൾ എന്ത് ചെയ്ത് നിൽക്കരുത്. ഇത് ഏറ്റവും അടിപൊളിയായിട്ട് ബെനിഫിറ്റ് ആവുന്ന ആർക്കാണ്? ആദ്യം മുതലേ ഏതെങ്കിലുമൊക്കെ ക്ലാസ്സുകൾ കണ്ട, സ്കൂളത്തെ ക്ലാസ്സുകൾ നന്നായിട്ട് ഫോക്കസ് ചെയ്താൽ, അല്ലെങ്കിൽ ട്യൂഷൻ്റെ ക്ലാസ്സുകൾ നന്നായിട്ട് ഫോക്കസ് ചെയ്താൽ, അല്ലെങ്കിൽ മറ്റെവിടെന്നെങ്കിലുമൊക്കെ പഠിച്ച കുട്ടിക്ക് ഇത് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ആവും. അല്ലാത്ത കുട്ടികൾക്ക് ബെനിഫിറ്റ് ആവും, 100% ബെനിഫിറ്റ് ആവും, യാതൊരു സംശയമില്ല. പക്ഷേ അവർ വിചാരിച്ചത് ഒറ്റയടിക്ക് ടോപ്പിലേക്കൊന്നും എത്താൻ പറ്റില്ല. അപ്പോൾ ഒറ്റയടിക്ക് ടോപ്പിലേക്ക് എത്താനുള്ള മാർഗ്ഗം എന്താണ്? ആദ്യം മുതലേ പഠിക്കാനുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യാൻ പോകുന്ന, അല്ലെങ്കിൽ ഇതുവരെ ചെയ്ത ആ മിസ്റ്റേക്ക് നിങ്ങൾ എന്ത് ചെയ്തു? ഓണം എക്സാമിന് ശേഷം നിങ്ങൾ ആ മിസ്റ്റേക്ക് വരുത്തരുത്. ഇനിയുള്ള 10 ദിവസം നിങ്ങൾ ഏറ്റവും അടിപൊളിയായിട്ട് ഉപയോഗിച്ചാൽ അതിൻ്റെ നല്ല റിസൾട്ട് നിങ്ങൾക്ക് നേടാൻ പറ്റും. നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട്. ഇവിടെ അങ്ങോട്ടും ഇനി അങ്ങോട്ടൊക്കെ തന്നെ നമുക്ക് ഏറ്റവും അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാം. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഗൈസ്. അപ്പോൾ ഓൺ എക്സാം ടഫ് ആവുമെന്ന് വെച്ചാൽ നിങ്ങൾ ഒരിക്കലും എളുപ്പമാവുമെന്ന് വിചാരിച്ച് പഠിക്കരുത്. ടഫ് ആവുമെന്ന് തന്നെ വിചാരിച്ച് പഠിക്കുക. അതിനനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. എത്രത്തോളം നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. ബൈ.